4 മെയ് 28. രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്, അല്ലെങ്കിൽ വീട്ടിലേക്കൊരു വിവരം അറിയിക്കാനെങ്കിലും. ഒരു കൂട്ടം സ്ഗാനികൾ കോട്ടയിലേക്ക് വന്നിട്ടുണ്ട്. അവർ മുറ്റത്ത് തമ്പടിച്ചു കൂടിയിരിക്കുകയാണ്. അവർ ജിപ്സികളാണ്. ലോകത്തെല്ലായിടത്തുമുള്ള സാധാരണ ജിപ്സികളെ പോലെ തന്നെയാണെങ്കിലും ഇവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹംഗറിയിലും ട്രാൻസിൽവാനിയയിലും ഇക്കൂട്ടർ ആയിരക്കണക്കിനുണ്ട്. യാതൊരുവിധ നിയമവും ഇവർക്ക് ബാധകമല്ല. ഏതോ മാന്യമായ പ്രഭു കുടുംബത്തിൽപ്പെട്ടവരാണ് തങ്ങളെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ നിർഭയരാണ്. ചില അന്ധവിശ്വാസങ്ങൾ ഒഴിച്ചാൽ അവർക്ക് മറ്റ് യാതൊരു മതവിശ്വാസങ്ങളുമില്ല. തങ്ങളുടെ സ്വന്തം ഭാഷയെ അവർ സംസാരിക്കുകയുള്ളൂ. ഞാൻ വീട്ടിലേക്ക് ചില കത്തുകൾ എഴുതി പോസ്റ്റ് ചെയ്യാൻ അവരെ ഏൽപ്പിക്കട്ടെ. അവരുമായി പരിചയം സമ്പാദിക്കുന്നതിനായി ഇതിനകം തന്നെ ഞാൻ അവരോട് ഈ ജനൽ വഴി സംസാരിക്കുകയുണ്ടായി. അവർ തൊപ്പി തലയിൽ നിന്നെടുത്തു. പിന്നെ എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിച്ചു. അവരുടെ ഭാഷ പോലെ തന്നെ. എനിക്ക് യാതൊന്നും മനസ്സിലായില്ല. ഞാൻ കത്തുകൾ എഴുതി തയ്യാറാക്കി കഴിഞ്ഞു. മീനയ്ക്കുള്ളത് ഷോർട്ട് ഹാൻഡിലാണ്. ഹോക്കിൻസിനുള്ള കത്തിൽ അവളോടുള്ള വിവരമൊക്കെ പറയണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അവൾക്കുള്ള കത്തിൽ ഞാൻ എൻ്റെ ചുറ്റുപാടുകളൊക്കെ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഭീകരതകളെ പറ്റിയൊന്നും എഴുതിയിട്ടില്ല. അവയെപ്പറ്റിയൊക്കെ ഇപ്പോഴും എനിക്ക് ചില ഊഹാപോഹങ്ങളേ ഉള്ളൂ. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ളത് മുഴുവൻ അവൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൾ നടുങ്ങിത്തെറിച്ചേക്കും. ആ ഭയപ്പാട് അവളെ അപകടപ്പെടുത്തിയേക്കും. സ്ഗാനികൾ കത്ത് കൊണ്ടുപോകാതിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇത് പ്രഭുവിൻ്റെ കയ്യിൽ കിട്ടിയേക്കും. എന്നാലും ഇതിൽ നിന്ന് അദ്ദേഹത്തിനൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കത്തുകൾ കൊടുത്തു കഴിഞ്ഞു. ഒരു സ്വർണ്ണനാണയത്തോടു കൂടി ഞാൻ അവ ജനലിലൂടെ താഴോട്ടിട്ടു കൊടുത്തു. അവ പോസ്റ്റ് ചെയ്യുകയാണ് വേണ്ടതെന്നറിയിക്കാൻ കഴിയുന്ന വിധത്തിലൊക്കെ ആംഗ്യം കാണിക്കുകയും ചെയ്തു. ഒരുവൻ അത് കുനിഞ്ഞെടുത്തു. മാറോടമർത്തി തല കുനിച്ചു. പിന്നീട് അത് അവൻ്റെ തൊപ്പിക്കടിയിൽ വയ്ക്കുകയും ചെയ്തു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വായനാമുറിയിലേക്ക് തിരികെ വന്ന് വായിക്കാൻ തുടങ്ങി. പ്രഭു അകത്തേക്ക് വന്നില്ല. അതുകൊണ്ട് ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോഴേക്കും പ്രഭു എത്തി. അദ്ദേഹം എൻ്റെ അരികിലായി ഇരുന്നു. 2 കത്തുകൾ എടുത്ത് നീട്ടിക്കൊണ്ട് ശാന്തസ്വരത്തിൽ തുടർന്നു. ആ സ്ഗാനി തന്നതാണിവ. എവിടെ നിന്ന് വന്നവയാണെന്നറിയില്ലെങ്കിലും ഞാൻ ശ്രദ്ധിച്ചോളാം. നോക്കൂ. അദ്ദേഹം അവ തുറന്നു നോക്കിയിരിക്കണം. ഒന്ന് നിങ്ങളുടേതാണ്, എൻ്റെ സുഹൃത്ത് ഹോക്കിൻസിനുള്ളത്. മറ്റേത്... കവർ തുറന്നപ്പോൾ ഷോർട്ട് ഹാൻഡിൻ്റെ വിചിത്രമായ വരകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുഖം മങ്ങി. ആ കണ്ണുകൾ പൈശാചികമായി തിളങ്ങി. മറ്റേത് മര്യാദകേടാണ്. സൗഹൃദത്തിൻ്റെയും മര്യാദയുടെയും നേരെയുള്ള ഒരു തുറന്ന ആക്രമണം. ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല. ശരി, അതുകൊണ്ട് നമുക്കൊന്നുമില്ല. അദ്ദേഹം അക്ഷോഭ്യനായി ആ കത്തും കവറും കത്തിത്തീരുന്നതുവരെ തീജ്വാലയ്ക്ക് മീതെ പിടിച്ചു. പിന്നീട് അദ്ദേഹം തുടർന്നു. ഹോക്കിൻസിനുള്ള ഈ കത്ത് ശരിയാണ്. ഇതും തീർച്ചയായും ഞാൻ അയക്കാം. ഇത് നിങ്ങളുടേതാണല്ലോ. നിങ്ങളുടെ കത്തുകൾ ഏറ്റവും വിലപ്പെട്ടവയാണ്. സുഹൃത്തെ, ക്ഷമിക്കണം. അറിയാതെ ഞാനിത് തുറന്നുപോയി. താങ്കളത് വീണ്ടും മുട്ടിക്കില്ലേ? അദ്ദേഹം കത്ത് എൻ്റെ നേരെ നീട്ടി. വളരെ സൗഹൃദഭാവത്തിൽ തല കുനിച്ചുകൊണ്ട് ഒരു പുതിയ കവറും തന്നു. രണ്ടാമതും വിലാസം എഴുതി പ്രഭുവിനെ ഏൽപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അദ്ദേഹം മുറിയിൽ നിന്നും പുറത്തുപോയി. താക്കോൽ മെല്ലെ തിരിയുന്നത് കേട്ടു. ഒരു നിമിഷം കഴിഞ്ഞു. വാതിലിനടുത്തേക്ക് ചെന്ന് ഞാൻ പിടിച്ചു വലിച്ചു നോക്കി. വാതിൽ അടച്ചു പൂട്ടിയിരിക്കുന്നു. 1-2 മണിക്കൂർ കഴിഞ്ഞു കാണും. പ്രഭു ശാന്തനായി മുറിയിലേക്ക് വന്നു. ഞാൻ ഞെട്ടിയുണർന്നു. സോഫയിൽ കിടന്ന് ഞാനൊന്ന് മയങ്ങിയിരുന്നു. അദ്ദേഹം വളരെ ഉദാരശീലനും ഉത്സാഹിയുമായി കാണപ്പെട്ടു. ഞാൻ ഉറങ്ങുകയായിരുന്നുവെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നോ? ഉറങ്ങിക്കോളൂ. അതുകൊണ്ട് പരിപൂർണ വിശ്രമം കിട്ടും. ഇന്ന് എനിക്കും സംസാരിക്കാൻ നിവൃത്തിയില്ല. അല്പം ജോലിയുണ്ട്. നിങ്ങൾ ഉറങ്ങൂ. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി ഉറങ്ങാൻ കിടന്നു. വിചിത്രം തന്നെയെന്ന് പറയട്ടെ, ഒരു സ്വപ്നം പോലും കാണാതെ ഞാൻ സുഖമായി ഉറങ്ങി. നിരാശതയ്ക്ക് അതിൻ്റേതായ ശാന്തതയുണ്ട്. മെയ് 31. കാലത്തുണർന്നപ്പോൾ ഞാൻ വിചാരിച്ചു, പെട്ടിയിൽ നിന്ന് കുറച്ച് കടലാസും കവറുകളും എടുത്ത് പോക്കറ്റിൽ തയ്യാറാക്കി വെക്കണം. ഒരു സന്ദർഭം കിട്ടിയാൽ എഴുതാമല്ലോ. പക്ഷേ ഇതാ വീണ്ടും ഒരു അതിശയം. എൻ്റെ പെട്ടിയിൽ ഒരൊറ്റ കടലാസ് കഷ്ണം പോലുമില്ല. എൻ്റെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റുകളും പണത്തിനുള്ള കുറിപ്പുകളും. ചുരുക്കത്തിൽ, ഈ കോട്ടയിൽ നിന്ന് ഒരു കാലത്ത് രക്ഷപ്പെടാൻ കഴിയുകയാണെങ്കിൽ അന്ന് എനിക്ക് ഉപയോഗപ്രദമാകുന്ന എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ തെല്ലു നേരം ഇരുന്ന് ചിന്തിച്ചു. ഒരു സംശയം കൂടെ തോന്നി. എൻ്റെ തുണികളും നഷ്ടപ്പെട്ടിരിക്കുമോ? ഞാൻ എണീറ്റുപോയി എൻ്റെ പെട്ടിയും തുണികൾ സൂക്ഷിച്ചിരുന്ന അലമാരയും പരിശോധിച്ചു. ഞാൻ യാത്രാവേളയിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ കാണാനില്ല. എൻ്റെ ഓവർകോട്ടും ജമുക്കാളവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവ അവിടെ ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണം പോലുമില്ല. ഇത് ഒരു പുതിയ കുടിലതന്ത്രമാണോ? ജൂൺ 17. ഇന്ന് കാലത്ത് കുഴഞ്ഞുമറിഞ്ഞ തലച്ചോറുമായി ഞാൻ എൻ്റെ കിടക്കയിലിരിക്കുകയായിരുന്നു. പുറത്ത് മുറ്റത്ത് കരിങ്കല്ല് വിരിച്ച പാതയിൽ കുതിരകളുടെ കുളമ്പടി സ്വരവും
ചമ്മട്ടിയുടെ ചീറ്റലും കേട്ടു. സന്തോഷം കൊണ്ട് മതിമറന്ന് ഞാൻ ജാലകത്തിനരികിലേക്ക് ഓടി. മുറ്റത്തേക്ക് 2 വണ്ടികൾ കുതിച്ചു വരുന്നു. ഓരോന്നും വലിക്കുന്നത് കരുത്തുറ്റ 8 കുതിരകളാണ്. ഓരോ ജോഡിയുടെ മുന്നിലും ഓരോ സ്ലോവാക്കുകാരൻ. എല്ലാവരും തലയിൽ പരന്ന തൊപ്പിയും വലിയ സൂചികൊളുത്തുള്ള ബെൽറ്റും ചെളി നിറഞ്ഞ ഷീപ്പ് സ്കിൻ ഉടുപ്പും വലിയ ബൂട്ട്സും ധരിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഓരോ നീണ്ട ഗദയുമുണ്ട്. ഞാൻ വാതിൽക്കിലേക്ക് ഓടി. താഴേക്കിറങ്ങി പ്രധാന ഹാളിലൂടെ പുറത്തു കടന്ന് അവരുടെ കൂട്ടത്തിൽ ചേരണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. പ്രധാന ഹാളിലൂടെയുള്ള വഴി അവർക്ക് വരാനായി തുറന്നിരിക്കും. വീണ്ടും ഒരടി. എൻ്റെ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഞാൻ ജനലിനരികിലേക്ക് ഓടിച്ചെന്ന് അവരെ കൂവി വിളിച്ചു. അവരെൻ്റെ നേരെ മിഴിച്ചു നോക്കി, വിരൽ ചൂണ്ടി. അപ്പോൾ അവരുടെ തലവൻ പുറത്തേക്ക് വന്നു. എൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നത് കണ്ടപ്പോൾ അയാൾ എന്തോ പറഞ്ഞു. അവരെല്ലാം ഉറക്കെ ചിരിച്ചു. ഞാൻ വീണ്ടും ദയനീയമായി വിളിച്ചു, വേദനയോടെ അപേക്ഷിച്ചു. പക്ഷേ ഞാൻ എന്തു ചെയ്തിട്ടും അവരൊന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. ആ വണ്ടികളിൽ കൂറ്റൻ ചതുരപ്പെട്ടികൾ ഉണ്ടായിരുന്നു. തടിച്ച കയറുകൊണ്ടാണ് അവയുടെ പിടി. ആ സ്ലോവക്കുകൾ അവയെടുത്ത് കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ അവയൊക്കെ ഒഴിഞ്ഞതാണെന്ന് തീരുമാനിക്കാം. അവയൊക്കെ താഴെ ഇറക്കി മുറ്റത്ത് ഒരു മൂലയിൽ കുന്നായി കൂട്ടി. ആ സ്ഗാനി സ്ലോവക്കുകൾക്ക് എന്തോ സംഖ്യ കൊടുത്തു. അവർ ഭാഗ്യോദയത്തിനായി അവയിൽ തുപ്പി. വളരെ നിരുത്സാഹരായി തങ്ങളുടെ കുതിരകളുടെ അരികിലേക്ക് പോയി. താമസിയാതെ ആ ചാട്ടവാറുകളുടെ ചീറ്റൽ അകന്നകന്നുപോയി. ജൂൺ 24. പുലരിക്ക് മുമ്പ് കഴിഞ്ഞ രാവിൽ പ്രഭു എൻ്റെ അരികിൽ നിന്ന് നേരത്തെ പോയി സ്വന്തം മുറിയിൽ അടച്ചു പൂട്ടിയിരുന്നു. എനിക്ക് തെല്ല് ധൈര്യം വീണ ഉടനെ ഞാൻ കോണിക്കിലേക്ക് ഓടിച്ചെന്നു. തെക്കോട്ട് അഭിമുഖമായി ജനലിലൂടെ വെളിയിലേക്ക് നോക്കി. പ്രഭുവിൻ്റെ ചലനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആ സ്ഗാനികൾ കോട്ടയിൽ എവിടെയോ കൂടിയിട്ടുണ്ട്. എന്തോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ അകലെ നിന്ന് കൈക്കോട്ടോ പിക്കാസോ കൊണ്ട് കൊത്തുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എന്തായാലും ഇത് ഒരു കുടിലതന്ത്രത്തിൻ്റെ അവസാനമായിരിക്കാം. ഏതാണ്ട് അരമണിക്കൂർ നേരം ഞാൻ ജനലിനരികെ നിന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തോ ഒന്ന് പ്രഭുവിൻ്റെ മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് വരുന്നത് കണ്ടു. ഞാൻ പിന്നോക്കം വാങ്ങി സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് നിൽപ്പായി. ക്രമേണ ഒരു മനുഷ്യദേഹം മുഴുവനും പുറത്തേക്ക് വന്നു. അത് എനിക്കൊരു പുതിയ ആഘാതമായിരുന്നു. അയാൾ ധരിച്ചിരുന്നത് ഞാൻ അവിടേക്ക് വന്നപ്പോൾ അണിഞ്ഞിരുന്ന ഉടുപ്പുകളാണ്. ചുമലിൽ ആ സ്ത്രീകൾ എടുത്തുകൊണ്ടുപോയ നശിച്ച സഞ്ചി തൂക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു പുതിയ കാപട്യം നിറഞ്ഞ പരിപാടിയാണ്. അദ്ദേഹം എന്നെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് കാണുന്നവർ ധരിക്കും. എന്നെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കണ്ടിരുന്നുവെന്നും അങ്ങനെ തെളിയിക്കാമല്ലോ. എനിക്കെന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ അത് എൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണെന്ന് അന്നാട്ടുകാരെ അങ്ങനെ ധരിപ്പിക്കുകയും ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പരിപാടികൾ നിർവിഘ്നം നടന്നു പോകുമെന്നോർത്തപ്പോൾ എനിക്ക് അമർഷം മൂത്തു. കുറേയധികം നേരം ഞാൻ ജനലിനരികിൽ തന്നെ തരിച്ചിരുന്നു. അപ്പോൾ പൂനിലാവിൻ്റെ കിരണങ്ങളിൽ ചില നേരിയ മഞ്ഞുകണികകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സൂക്ഷിച്ചു. അതിസൂക്ഷ്മമായ പൊടി പോലിരുന്നു അവ. കറങ്ങി അവയങ്ങനെ അമൂർത്തതയിലൂടെ ഒന്നുചേർന്ന് രൂപം കൊള്ളുന്നതായി തോന്നി. ഞാൻ ശാന്തനായി അത് വീക്ഷിച്ചുകൊണ്ടിരുന്നു. സോഫയിൽ പുറകോട്ട് ചാരി ഇങ്ങനെ ഇരുന്നാൽ വായുവിൻ്റെ ആ വികൃതി കുറേ കൂടി ഭംഗിയായി എനിക്ക് ആസ്വദിക്കാം. പെട്ടെന്ന് ഞാൻ നടുങ്ങിത്തെറിച്ചു. അങ്ങകലെ കണ്ണെത്താത്ത താഴ്വരയിൽ നിന്ന് നായ്ക്കളുടെ ദീനരോദനം കേൾക്കുന്നു. അതെൻ്റെ കാതുകളിൽ ഉച്ചത്തിൽ അനുരണനം ചെയ്യുന്നതായി തോന്നി. നിറനിലാവിൽ ലാസ്യ നൃത്തം ചവിട്ടിയിരുന്ന ആ ധൂളികൾ പുതിയ രൂപം കൊള്ളുകയാണ്. അന്തരാത്മാവിൻ്റെ വിളിക്കനുരോധമായി ഞാൻ സ്വയം പിടയ്ക്കുകയാണ്. എൻ്റെ അർദ്ധസ്മൃതി ബോധാവസ്ഥ ആ വിളിക്ക് മറുപടി പറയാൻ വെമ്പുകയാണ്. ഞാൻ ഹിപ്നോട്ടിസത്തിന് വിധേയനാവുന്നു. ആ ധൂളികൾ വേഗത്തിൽ നൃത്തം വയ്ക്കാൻ തുടങ്ങി. അവ എൻ്റെ അരികിലൂടെ അപ്പുറത്തെ മങ്ങൂഴത്തിലേക്ക് നീങ്ങിയപ്പോൾ നിലാവിൻ്റെ രശ്മികൾ വിറകൊള്ളുന്നതുപോലെ തോന്നി. ധൂളികൾ കൂടുതൽ ഒരുക്കൂട്ടി വന്നു. അവ രൂപം കൊള്ളുകയാണ്. അപ്പോൾ ഞാൻ ഭയന്നുപോയി. ഞാൻ തികച്ചും ഉണർന്നിരിക്കുന്നു. എൻ്റെ മസ്തിഷ്കം മുഴുവനും പ്രവർത്തനമാനമാണ്. നിലവിളിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി. ചന്ദ്രികയുടെ കിരണങ്ങളിൽ നിന്ന് ക്രമേണ രൂപം കൊണ്ടുവന്ന ആ അമൂർത്ത രൂപം ആ 3 പൈശാചിക യുവതികളുടേതായിരുന്നു. ഞാൻ ഓടി. എൻ്റെ മുറിയിലെത്തിയപ്പോൾ ഒരു രക്ഷാബോധം തോന്നുകയും ചെയ്തു. ഇവിടെ പൂനിലാവില്ല. വിളക്ക് പ്രകാശമാനമായി നെയ്യുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞു. പ്രഭുവിൻ്റെ മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കായി. ഒരു ദീനരോദനം പെട്ടെന്ന് ഒതുക്കിയതുപോലെ. പിന്നെ എല്ലാം നിശബ്ദമായി. അഗാധമായ ഭീകര നിശബ്ദത അതെന്നെ മരവിപ്പിച്ചു. തുടിക്കുന്ന കരങ്ങളോടെ ഞാൻ വാതിൽ പിടിച്ചു വലിച്ചു നോക്കി. അത് പുറമേ നിന്ന് പൂട്ടിയിരിക്കുന്നു.
ഞാൻ ബന്ധനത്തിലാണ്. എനിക്കൊന്നും ചെയ്യാൻ വയ്യ. ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ പുറത്ത് മുറ്റത്തു നിന്ന് ഒരു കരച്ചിൽ കേട്ടു. ഒരു സ്ത്രീയുടെ ദീനരോദനം. ഞാൻ ജനവാതിൽക്കലേക്ക് കുതിച്ചു. വാതിൽ പാളി വലിച്ചു തുറന്ന് പുറത്തേക്ക് എത്തി നോക്കി. അവിടെ പാറിപ്പറന്ന തലമുടിയുമായ ഒരു സ്ത്രീ നിൽക്കുന്നു. അവൾ മാറത്ത് കൈവച്ചിട്ടുണ്ട്. കുതിച്ചു പാഞ്ഞു വന്ന് ശ്വാസം മുട്ടി വിഷമിക്കുന്നത് പോലെ. എൻ്റെ മുഖം ജാലകത്തിനരികെ കണ്ടപ്പോൾ അവൾ മുന്നോട്ട് കുതിച്ചു. കണ്ണുനീരുറഞ്ഞ സ്വരത്തിൽ അവൾ വിളിച്ചു പറഞ്ഞു, പ്രഭോ, എൻ്റെ കുഞ്ഞിനെ തരൂ. അവൾ മുട്ടുകുത്തി നിന്നു, കൈകൾ ഉയർത്തി. എൻ്റെ ഹൃദയത്തെ ദ്രവീകരിച്ചു കളഞ്ഞ അതേ സ്വരത്തിൽ വീണ്ടും കരഞ്ഞപേക്ഷിച്ചു. പിന്നീടവൾ തൻ്റെ മുടി പിടിച്ചു വലിച്ചു പറിച്ച് മാറത്ത് ആഞ്ഞടിച്ചു. അനിയന്ത്രിതവും അപാരവുമായ വൈകാരിക ആവേശത്തിലേക്ക് സ്വയം നിബദിക്കുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞു. പെട്ടെന്ന് അവൾ സ്വയം മുന്നോട്ടാഞ്ഞു. മേൽപ്പുരയുടെ മറവിൽ എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ ശബ്ദം കേട്ടു. അവൾ വാതിലിൽ ആഞ്ഞടിക്കുകയാണ്. മേലെ എവിടെയോ നിന്ന്, മിക്കവാറും കോട്ടയുടെ മോന്തായത്ത് നിന്നാവും പ്രഭുവിൻ്റെ കർക്കശ സ്വരം കേട്ടു. ചുറ്റുപാടും നിന്നുള്ള ചെന്നായ്ക്കളുടെ അലർച്ചയാണ് അതിന് മറുപടി പറഞ്ഞത്. അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു പറ്റം ചെന്നായ്ക്കൾ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ആ സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാനില്ല. ചെന്നായ്ക്കളുടെ അലർച്ച കുറഞ്ഞിരിക്കുന്നു. അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ സംഗീതാത്മകമായി മൂങ്ങി നാവുകൊണ്ട് നക്കി തുടച്ചുകൊണ്ട് അവ പിൻവലിഞ്ഞു. ഞാൻ അവളെ ചൊല്ലി ദുഃഖിച്ചില്ല. കാരണം അവളുടെ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. അവൾ മരിച്ചത് നന്നായി. ഇനി ഞാൻ എന്തു ചെയ്യണം? എന്തു ചെയ്യാൻ കഴിയും? കൂരിരുളും മങ്ങൂഴവും ഭീതിയും നിറഞ്ഞ ഈ ഭീകരാന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ജൂൺ 25. രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നു. എൻ്റെ ഭയം വിട്ടകന്നു. ഈ ധൈര്യം എന്നിലുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തേ തീരൂ. ഇന്നലെ രാത്രി ഞാൻ വരാൻ പോകുന്ന തീയതി വെച്ച് എഴുതി കൊടുത്ത കത്തുകളിലൊന്ന് പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമുഖത്ത് നിന്ന് എൻ്റെ അവസാനത്തെ രേഖ പോലും മായ്ച്ചു കളയാനുള്ള ശപിക്കപ്പെട്ട സംരംഭത്തിൻ്റെ പ്രാരംഭമാണിത്. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കട്ടെ. ഇപ്പോൾ പ്രവർത്തിക്കണം. രാത്രിയിലെ എന്നെ ഇതുവരെയും ഭയപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ഉണ്ടായിട്ടുള്ളൂ. പ്രഭുവിനെ ഞാൻ ഇതുവരെയും പകൽ വെളിച്ചത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹം ലോകം ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുകയും ലോകം ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങുകയുമായിരിക്കുമോ? എനിക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലൊന്ന് എത്തിച്ചേരാൻ സാധിച്ചെങ്കിൽ. പക്ഷേ അതിന് യാതൊരു സാധ്യതയുമില്ല. വാതിൽ എല്ലായ്പ്പോഴും പൂട്ടിയാണ് കിടക്കുന്നത്. വേറൊരു വഴിയുമില്ല താനും. ഒരു വഴിയുണ്ട്. സ്വീകരിക്കുവാൻ ധൈര്യപ്പെടുകയാണെങ്കിൽ. അദ്ദേഹത്തിൻ്റെ ദേഹം കടക്കുന്ന വഴിയിലൂടെ വേറൊരു ദേഹവും കടക്കുകയില്ലേ? അദ്ദേഹം ജാലകത്തിലൂടെ ഇഴഞ്ഞിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കെന്തുകൊണ്ട് അദ്ദേഹത്തെ അനുകരിച്ച് ആ മുറിയിലേക്ക് ചെന്നുകൂടാ? വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതമാകെ നിരാശാപൂർണമായിരിക്കുന്നു. കൂടി വന്നാൽ എന്ത് സംഭവിക്കും? മരണമല്ലേ? ഭീതിപൂർണമായ ഭാവി എൻ്റെ മുന്നിൽ തുറന്നു കിടക്കുകയുമാണ്. ദൈവം എന്നെ രക്ഷിക്കട്ടെ. മീന, എൻ്റെ ശ്രമത്തിൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ വിട തരൂ. എൻ്റെ രണ്ടാം പിതാവായ ആത്മമിത്രമേ, വിട തരൂ. മീന, ഒരിക്കൽ കൂടി വിട. ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ശ്രമിച്ചു. ഈശ്വരൻ സഹായിച്ചിട്ട് ഞാൻ ആപത്തൊന്നും കൂടാതെ തിരിച്ചു വരികയും ചെയ്തു. എല്ലാ കാര്യങ്ങളും വഴിക്കായി ഞാൻ കുറിച്ചിടട്ടെ. ധൈര്യം എന്നിൽ മുറ്റി നിന്നിരുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ നേരെ തെക്കേ ജാലകത്തിനരികിലേക്ക് ചെന്നു. വേഗത്തിൽ അതിലൂടെ പുറത്തു കടന്നു. ഇവിടെ കല്ലുകൾ കൂർത്തു മൂർത്തവയാണ്. അവയ്ക്കിടയിലെ കുമ്മായക്കൂട്ട് കാലപ്പഴക്കം കൊണ്ട് അടർന്നു പോയിരിക്കുന്നു. ഞാൻ എൻ്റെ ബൂട്ട്സ് ഊരി മെല്ലെ താഴോട്ടൊന്നു നോക്കി. ആ അത്യഗാധത പെട്ടെന്ന് കണ്ണിൽപ്പെടുമ്പോൾ ബോധം കെട്ടു പോകരുതല്ലോ. പക്ഷേ പിന്നീട് ഞാനങ്ങോട്ട് നോക്കിയില്ല. പ്രഭുവിൻ്റെ മുറിയിലേക്കുള്ള ദൂരവും അത് ഏത് ഭാഗത്താണെന്നും എല്ലാം എനിക്ക് തിട്ടമായി അറിയാം. സന്ദർഭത്തിൻ്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് അതിന് നേരെ ഇറങ്ങി. എനിക്ക് യാതൊരു ഉൾക്കിടലവും തോന്നിയില്ല. ഞാൻ വല്ലാതെ വികാരാധീനനായി തീരുന്നുവെന്നാണ് തോന്നുന്നത്. സമയം പോയതറിഞ്ഞില്ല. ഞാനിപ്പോൾ പ്രഭുവിൻ്റെ മുറിയുടെ ജനൽപ്പടിമേൽ നിൽക്കുകയാണ്. ഇനി ഈ വാതിലൊന്ന് തുറക്കണം. വാതിലിന്മേൽ കൈവച്ചപ്പോൾ ഞാനാകെ പ്രക്ഷുബ്ധനായി പോയി. വാതിൽ തുറന്ന് ഞാൻ മുറിയിൽ ചുറ്റും നോക്കി. അത്ഭുതവും സന്തോഷവും നിറഞ്ഞ ഒരു സത്യം ഞാൻ കണ്ടുപിടിച്ചു. മുറി കാലി. വിചിത്രമായ സാമഗ്രികളാണ് അതിനുള്ളിലുള്ളത്. അവ ഒരിക്കലും ഉപയോഗപ്പെട്ടിട്ടില്ലെന്ന് തോന്നി. മരസാമാനങ്ങളൊക്കെ ഏതാണ്ട് തെക്കേ മുറിയിലുള്ളവ പോലെ തന്നെയാണ്. ആകെ പൊടിയിൽ ആറാടിയിരിക്കുന്നു. ഞാൻ താക്കോൽ തിരഞ്ഞു നോക്കി, കണ്ടില്ല. അവിടെ ആകെ ഒരൊറ്റ വസ്തുവാണുള്ളത്. ഒരു മൂലയിൽ ഒരു കുന്നു സ്വർണ്ണ നാണയങ്ങൾ. എല്ലാ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നവയുമുണ്ട്. പൊടിയുടെ ഒരു വലയം കൊണ്ട് മൂടിയിരിക്കുന്നു. അതവിടെ വളരെ കാലമായി അങ്ങനെ കൂട്ടിയിട്ടിരുന്നിരിക്കണം. ഞാൻ ചിലതെടുത്തു നോക്കി. 300 കൊല്ലത്തിൽ കുറഞ്ഞ പഴക്കമുള്ളത് ഒന്നും തന്നെയില്ല.
ചില ചങ്ങലകളും ആഭരണങ്ങളും മറ്റുമുണ്ട്. പക്ഷേ എല്ലാം തന്നെ പഴകി ചളി പിടിച്ചിരിക്കുന്നു. മുറിയുടെ ഒരു വശത്ത് ഒരു കൂറ്റൻ വാതിൽ. ഞാനത് തുറക്കാൻ നോക്കി. എൻ്റെ മുറിയുടെയോ പുറത്തെ കതകിൻ്റെയോ താക്കോൽ ഇവിടെയില്ല. എൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ അതാണല്ലോ. ഇനി ഇപ്പോൾ മറ്റിടങ്ങൾ തിരയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ എല്ലാ ശ്രമങ്ങളും പാഴാവും. വാതിൽ തുറന്നു. അപ്പുറത്ത് കരിങ്കല്ല് വിരിച്ച ഒരു വഴിയാണ്. അത് ചെന്നെത്തുന്നത് കുത്തനെ കീഴ്പോട്ടിറങ്ങുന്ന കരിങ്കൽ പടവുകളുടെ വക്കത്താണ്. ആകെ ഇരുട്ടായിരുന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ച് കീഴോട്ടിറങ്ങി. അടിയിൽ ഇരുണ്ട് ഗുഹ പോലുള്ള ഒരു വഴിയുണ്ടായിരുന്നു. അതിലൂടെ ശ്മശാന തുല്യമായ ഒരു വൃത്തികെട്ട മണം വരുന്നുണ്ട്. കൂട്ടത്തിൽ അടുത്ത ദിവസം ഇളക്കിമറിച്ച കാലപ്പഴക്കമുള്ള മണ്ണിൻ്റെയും. ഞാൻ ആ വഴിയിലൂടെ മുന്നോട്ടു നീങ്ങി. ആ മണം കടുപ്പമേറിയേറി അടുത്തടുത്ത് വരുന്നത് പോലെ തോന്നി. ഒടുവിൽ ഞാൻ മുന്നിൽ കണ്ട ഒരു കനത്ത വാതിൽ വലിച്ചു തുറന്നു. ഇപ്പോൾ ഞാൻ ഇടിഞ്ഞു തകർന്ന ഒരു പഴയ പള്ളിമുറ്റത്താണ് നിൽക്കുന്നത്. ഒരു ശ്മശാനമായാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. പള്ളിയുടെ മോന്തായം പൊട്ടിത്തകർന്നിരിക്കുന്നു. നിലവറക്കുണ്ടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായി രണ്ടിടത്ത് കൽപ്പടവുകളുമുണ്ട്. പക്ഷേ നിലം അടുത്ത ദിവസം കിളച്ചു മറിച്ചിട്ടിരിക്കുന്നു. ആ മണ്ണൊക്കെ സ്ലോവക്കുകൾ എടുത്തുകൊണ്ടുവന്ന വലിയ മരപ്പെട്ടികൾക്കകത്ത് നിറച്ചു വച്ചിരിക്കുകയാണ്. ചുറ്റും ഒരുത്തനുമില്ല. അവിടെ ഓരോ ഇഞ്ച് സ്ഥലം പോലും ഞാൻ സസൂക്ഷ്മം പരിശോധിച്ചു. പേടിച്ചു വിറച്ചുകൊണ്ടാണെങ്കിലും ആ നിലവറക്കുണ്ടുകളിലേക്ക് പോലും ഞാൻ ഇറങ്ങിച്ചെന്നു നോക്കി. ഇവയിൽ രണ്ടെണ്ണത്തിൽ ഞാൻ നല്ല പോലെ പരിശോധിച്ചുവെങ്കിലും ചില പഴയ ശവപ്പെട്ടികളുടെ ശകലങ്ങളും പൊടിമണ്ണുമല്ലാതെ അവിടെയെങ്ങും യാതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂന്നാമത്തേതിൽ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. അവിടെ പുതുതായി കിളച്ചിറക്കിയ മണ്ണിൽ ഏതാണ്ട് 50ഓളം വലിയ പെട്ടികൾ കൂട്ടിക്കിടക്കുന്നു. ഞാനവ തുറന്നു നോക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഞെട്ടിത്തെറിച്ചുപോയി. ഒന്നിൽ കിടക്കുന്നു എൻ്റെ ആതിഥേയനായ ഡ്രാക്കുള പ്രഭു. അദ്ദേഹം തന്നെ. അദ്ദേഹം മരിച്ചിരിക്കാം, അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കാം. ഏതവസ്ഥയിലാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നും കല്ലിച്ചുമിരുന്നു. പക്ഷേ മരണസമാനമായ നിർജീവത അവയിലുണ്ടായിരുന്നില്ല. കവിളുകളിൽ ജീവിതത്തിൻ്റെ ഊഷ്മളത തങ്ങി നിൽക്കുന്നതായി തോന്നി. ചുണ്ടുകൾ എല്ലായ്പ്പോഴത്തെയും പോലെ ചുവന്നിരുന്നു. ചലനത്തിൻ്റെ യാതൊരു ചിഹ്നവുമില്ല. നാഡി മിടിക്കുന്നില്ല, ശ്വാസമില്ല, ഹൃദയം ചലിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മേൽ കുനിഞ്ഞു നോക്കി. അദ്ദേഹത്തിൽ ജീവസ്ഫുരണമുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷേ എൻ്റെ ശ്രമം നിഷ്ഫലമായി. അദ്ദേഹം പെട്ടിയിൽ കിടന്നിട്ട് അധികം നേരമായിട്ടില്ല. ആ പച്ചമണ്ണിൻ്റെ മണം അതിൽ തങ്ങി നിന്നിരുന്നു. പെട്ടിക്കടുത്ത് നിറച്ചും തുളകളുള്ള അതിൻ്റെ ഉൾമൂടി പലക കണ്ടു. താക്കോലുകൾ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അതൊന്ന് തിരഞ്ഞു നോക്കാൻ ശ്രമിച്ചതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണമുദ്ര വഹിക്കുന്ന കണ്ണുകളിൽ എന്തോ അതിഭയങ്കരമായ ഒരു ക്രൗര്യം പെട്ടെന്ന് സ്ഫുരിച്ചതായി എനിക്ക് തോന്നി. നിൽക്കാൻ കഴിയാതെ ഞാൻ അവിടെ നിന്ന് ഓടി. പ്രഭുവിൻ്റെ മുറിയും കടന്ന് കിതച്ച് വിറച്ച് ഞാൻ എൻ്റെ മുറിയിലെത്തി. കിടക്കയിൽ വീണു. എത്ര നേരം ഞാൻ ബോധമറ്റ് കിടന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. ജൂൺ 29. ഇന്ന് എൻ്റെ അവസാനത്തെ എഴുത്തിൽ പറഞ്ഞ ദിവസമാണ്. ആ കത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കാപട്യവുമില്ലെന്ന് തെളിയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചു. എൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുമ്പത്തെ പോലെ അതേ ജനലിലൂടെ പ്രഭു പുറത്തേക്ക് പോയി. ഒരു ഗൗളിയെപ്പോലെ അദ്ദേഹം ചുമരിലൂടെ പറ്റിപ്പിടിച്ചിറങ്ങി പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ പറ്റുന്ന ഒരു തോക്കോ മറ്റേതെങ്കിലും മാരകായുധമോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു. പക്ഷേ മനുഷ്യനിർമ്മിതമായ യാതൊരു ആയുധവും അദ്ദേഹത്തിൻ്റെ മേൽ ഏശുകയില്ലെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അദ്ദേഹം മടങ്ങി വരുന്നത് കാത്തിരിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ആ കോലം കെട്ട സഹോദരിമാരെ കാണാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഞാൻ വായനാമുറിയിലേക്ക് മടങ്ങിപ്പോയി. ഉറക്കം വരുന്നതുവരെ വായിച്ചു. പ്രഭു എന്നെ വിളിച്ചുണർത്തി. കവിഞ്ഞ ഗൗരവത്തോടെ എന്നോട് പറഞ്ഞു, സുഹൃത്തെ, നാളെ നമ്മൾ തമ്മിൽ പിരിയുകയായി. നിങ്ങൾ നിങ്ങളുടെ ആ ചന്തം നിറഞ്ഞ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുക. ഞാനും സ്വന്തമായ ചില ജോലികളുമായി പോകുകയാണ്. നാം ഇനി ഒരിക്കലും തമ്മിൽ കണ്ടുമുട്ടുകയില്ല. വീട്ടിലേക്കുള്ള നിങ്ങളുടെ എഴുത്ത് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ യാത്രയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കാലത്ത് സ്ഗാനി ഇവിടെ എത്തും. കുറെ വേലക്കാരും. കുറച്ച് ജോലിയുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകാൻ എൻ്റെ വണ്ടി എത്തും. താങ്കളെ ഡ്രാക്കുള കൊട്ടാരത്തിൽ വീണ്ടും കാണാൻ ഇടവരുമെന്ന് ഞാൻ ആശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് വിശ്വാസമായില്ല. ആ ആത്മാർത്ഥതയെ ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ ആത്മാർത്ഥത, അത്തരം ഒരു ഭീകര സത്വത്തിനോട് ചേർത്ത് ആ വാക്ക് ഉച്ചരിക്കുന്നത് ആ വാക്കിനെ പോലും ദൂഷിപ്പിക്കലാണ്. ഞാൻ വെട്ടി തുറന്നു തന്നെ ചോദിച്ചു, എങ്കിൽ എന്തുകൊണ്ട് എനിക്കിന്ന് രാത്രി തന്നെ പോയിക്കൂടാ? എൻ്റെ വണ്ടിക്കാരനും കുതിരകളും ഇവിടെയില്ല. ഞാൻ നടന്നോളാം. എനിക്ക് ഉടനെ തന്നെ പോകണം. അദ്ദേഹം ചിരിച്ചു. മൃദുവായ എങ്കിലും പൈശാചികത നിറഞ്ഞ ഒരു ചിരി.
ആ ചിരിക്കു പിന്നിൽ എന്തോ കൗശലം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ പെട്ടിയും മറ്റും എന്തു ചെയ്യും? അദ്ദേഹം ചോദിച്ചു. ഓ, അതൊന്നും സാരമില്ല, ഞാൻ പിന്നെ ആളയച്ചെടുപ്പിച്ചോളാം. പ്രഭു ഇരുന്നേടത്ത് നിന്ന് എണീറ്റ് വിസ്മയജനകമായ ഉദാരതയോടെ പറഞ്ഞു. നിങ്ങൾ ഇംഗ്ലീഷുകാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ചൊല്ലുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചൊല്ലാണത്. ഞങ്ങളുടെ കുലപാരമ്പര്യത്തിന് ഏറ്റവും യോജിച്ചത്. വരാനുള്ളതിനെ സ്വാഗതം ചെയ്യുക, പോകാനുള്ളത് വേഗം പോകട്ടെ. പോകാം, എൻ്റെ കൂടെ വരൂ. നിങ്ങളുടെ ഇഷ്ടത്തിനെതിരായി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടതില്ല. നിങ്ങൾ പോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ നിങ്ങൾ അതിഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് വരൂ. തികഞ്ഞ ഗൗരവത്തോടെ അദ്ദേഹം എന്നെ മുന്നോട്ട് നയിച്ചു. കോണിപ്പടികളിറങ്ങി ഹാളിലൂടെ ഞങ്ങൾ നടന്നു. പെട്ടെന്ന് അദ്ദേഹം നിന്നു. കേട്ടോ, തൊട്ടടുത്ത് നിന്ന് തന്നെ ചെന്നായ്ക്കൾ ഓളിയിടുന്നു. അദ്ദേഹം കൈ പൊക്കിയപ്പോഴാണ് ആ ശബ്ദം കേൾക്കാൻ തുടങ്ങിയതെന്ന് എനിക്ക് തോന്നി. ഒരു നിമിഷം നിന്ന ശേഷം വീണ്ടും അതേ ഗൗരവത്തിൽ അദ്ദേഹം മുന്നോട്ട് നടന്നു. വാതിൽക്കിലെത്തി സാക്ഷ നീക്കി, ചങ്ങലകൾ അഴിച്ചുമാറ്റി. അദ്ദേഹം വാതിൽ തുറക്കാൻ ആരംഭിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അത് പൂട്ടിയിട്ടില്ലെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സംശയം തീരാഞ്ഞിട്ട് ഞാൻ ചുറ്റും നോക്കി, പക്ഷേ താക്കോലൊന്നും ഞാൻ എവിടെയും കണ്ടില്ല. വാതിൽ തുറന്നതോടൊപ്പം പുറത്ത് ചെന്നായ്ക്കളുടെ ഓളി കൂടുതൽ ഭയങ്കരമായി തീർന്നു. പിളർത്തിയ ചുവന്ന വായും കാളിപ്പല്ലുകളും കൂർത്ത നഖങ്ങളുമായി അവ തുറന്ന വാതിലിലൂടെ ചാടിത്തുള്ളി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായി തോന്നി. ആ നേരത്ത് പ്രഭുവിനോട് പിണങ്ങുന്നത് നന്നല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് ഇത്തരം ഒരു സൈന്യം കൈവശമുണ്ടായിരിക്കെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം വാതിൽ തുറക്കുക തന്നെയായിരുന്നു. വാതിലിൻ്റെ വിടവിൽ പ്രഭുവിൻ്റെ ശരീരം മാത്രമേ ഒരു തടസ്സമായി നിന്നിരുന്നുള്ളൂ. എൻ്റെ അന്ത്യം അടുത്തുവെന്നെനിക്ക് തോന്നി. എന്നെ ചെന്നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ്, അതും ഞാൻ പ്രേരിപ്പിച്ചിട്ട്. പ്രഭുവിൻ്റെ പ്രവൃത്തിയിൽ കവിഞ്ഞ പൈശാചികത്വമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും അവസാനമായി ഞാൻ വിളിച്ചു പറഞ്ഞു, വാതിലടയ്ക്കൂ, ഞാൻ കാലത്തെ പോകുന്നുള്ളൂ. ആഴം കാണാത്ത നിരാശയുടെ ഫലമായി എൻ്റെ കണ്ണുകളിൽ നിന്നൊഴുകിയ കണ്ണീർ മറയ്ക്കാൻ ഞാൻ മുഖം പൊത്തി. തൻ്റെ കരുത്തേറിയ കൈ ആഞ്ഞുവീശി പ്രഭു വാതിലടച്ചു. വാതിലിൻ്റെ ഭീമാകാരമായ സാക്ഷകളുടെ മുഴക്കം അവിടെ എങ്ങും പ്രതിധ്വനിച്ചു. നിശബ്ദരായി ഞങ്ങൾ വായനാമുറിയിലേക്ക് നടന്നു. 1-2 മിനിറ്റ് അവിടെ നിന്നിരുന്ന ശേഷം ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. ഞാൻ പ്രഭുവിനെ അവസാനമായി കണ്ടത് അദ്ദേഹം ചുംബിക്കാനായി തൻ്റെ കൈ എൻ്റെ നേരെ നീട്ടിയപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വിജയദ്യോതകമായ ഒരു ചുവന്ന പ്രകാശം തത്തി നിന്നു. നരകത്തിൽ കിടക്കുന്ന ചെകുത്താൻ്റെ കണ്ണിൽ പോലും അത്തരം ഒരു വിജയോന്മാദം കാണില്ല, തീർച്ച. ഞാൻ എൻ്റെ മുറിയിലെത്തി. കിടക്കാൻ ഭാവിക്കുമ്പോൾ വാതിൽക്കൽ നിന്ന് ആരോ പിറുപിറുക്കുന്നത് കേട്ടു. ഒച്ചയുണ്ടാക്കാതെ വാതിൽക്കലെത്തി ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ ചെവികൾ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലെങ്കിൽ പ്രഭു ഇപ്രകാരം പറയുന്നതാണ് ഞാൻ കേട്ടത്. പോകൂ, പോകൂ, നിങ്ങളുടെ താവളത്തിലേക്ക് മടങ്ങിപ്പോകൂ. നിങ്ങൾക്കുള്ള അവസരമായിട്ടില്ല, ക്ഷമിക്കൂ, ക്ഷമയോടെ കാത്തിരിക്കൂ. ഇന്നത്തെ രാത്രി എനിക്കുള്ളതാണ്, നാളത്തെ രാത്രി നിങ്ങൾക്കും. പതിഞ്ഞ മധുരമായ മദാലസമായ ഒരു ചിരിയുടെ അലയൊലി ഞാൻ കേട്ടു. കോപാക്രാന്തനായി ഞാൻ വാതിൽ തള്ളി തുറന്നു. ചുണ്ട് നക്കി തുടച്ചുകൊണ്ട് നിൽക്കുന്ന ഭയങ്കരികളായ ആ 3 സ്ത്രീകൾ. എന്നെ കണ്ടപ്പോൾ അവരെല്ലാവരും പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഞാൻ എൻ്റെ മുറിയിലേക്ക് തിരിച്ചു വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എൻ്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. നാളെ നാളെ ഈശ്വര, എന്നെയും എനിക്കുറ്റവരെയും അവിടുന്ന് രക്ഷിക്കണേ. ജൂൺ 30 രാവിലെ. ഇത് ഈ ഡയറിയിൽ ഞാൻ കുറിക്കുന്ന അവസാനത്തെ വാക്കുകളാവാം. ഏതാണ്ട് പുലർച്ചെ വരെ ഉറങ്ങി. ഉണർന്ന ഉടനെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മരണം വരികയാണെങ്കിൽ വരട്ടെ, ഞാൻ സന്നദ്ധനായി കഴിഞ്ഞു. പതുക്കെ പതുക്കെ അന്തരീക്ഷത്തിൽ വന്ന മാറ്റം ഞാൻ അറിഞ്ഞു. നേരം പുലരുകയായി. കാക്ക കരയുന്നത് കേട്ടപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എന്നെനിക്ക് തോന്നി. ആഹ്ലാദം കൊണ്ട് തുടിക്കുന്ന ഹൃദയത്തോടെ വാതിൽ തുറന്ന് ഞാൻ ഹാളിലേക്ക് ഓടി. വാതിൽ പൂട്ടിയിട്ടില്ലെന്ന് ഞാൻ ഓർത്തിരുന്നു. ബദ്ധപ്പാടുകൊണ്ട് വിറയ്ക്കുന്ന കൈകളാൽ ഞാൻ ചങ്ങലക്കൊളുത്തുകൾ വലിച്ചു നീക്കി. സാക്ഷ തള്ളി മാറ്റി. വാതിൽ അനങ്ങുന്നില്ല. നൈരാശ്യം എന്നെ പിടികൂടി. ഞാൻ സർവ്വശക്തിയും ഉപയോഗിച്ച് വാതിൽ തള്ളി നോക്കി. അത് ഇളകി കുലുങ്ങുകയല്ലാതെ അനങ്ങിയില്ല. സത്യത്തിൽ വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിരുന്നില്ല. താക്കോൽ എങ്ങനെയും കണ്ടെടുക്കണമെന്ന ഒരു ജ്വരം എന്നെ ആവേശിച്ചു. പ്രഭുവിൻ്റെ മുറിയിലേക്ക് കടന്നുകൂടാൻ ഞാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ അയാൾ എന്നെ കൊന്നേക്കും. എന്നാൽ ഈ അന്തരീക്ഷത്തിൽ മരണം കൂടുതൽ അഭികാമ്യമാണ്. ഞാൻ പ്രഭുവിൻ്റെ മുറിയിലേക്ക് ഉഴറിപ്പാഞ്ഞെത്തി. പ്രതീക്ഷിച്ച പോലെ തന്നെ മുറി ശൂന്യമായിരുന്നു. അവിടെ ഒരിടത്തും താക്കോൽ കണ്ടില്ല. സ്വർണത്തിൻ്റെ കൂമ്പാരം മാത്രം അവിടെയുണ്ട്. അപ്പുറത്തെ വലിയ കതക് തുറന്ന് ഞാൻ കോണിക്കിലേക്ക് ഓടി. കോണി ഓടിയിറങ്ങി ആ ഇരുണ്ട ഇടനാഴിയിലൂടെ പള്ളിയിലെത്തി. ഞാൻ അന്വേഷിക്കുന്ന ഭീകരനെ അവിടെ കാണുമെന്ന് എനിക്കപ്പോൾ നന്നായി അറിയാം. ആ വലിയ പെട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. മൂടിയിട്ടിരിക്കുന്നു, എങ്കിലും ആണിയടിച്ചിട്ടില്ല. ആണികളൊക്കെ അതാതിൻ്റെ സ്ഥാനത്ത് തയ്യാറാക്കി വെച്ചിരുന്നു.
താക്കോൽ കിട്ടണമെങ്കിൽ ആ മുഖം ഒരിക്കൽ കൂടി കാണാതെ നിവൃത്തിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മൂടിയെടുത്ത് ചുമരിൽ ചാരിവെച്ചു. എൻ്റെ ഹൃദയം സംഭീതമായി. ഞാനാകെ ഞെട്ടിത്തെറിച്ചു. പ്രഭു നീണ്ടു നിവർന്നു കിടക്കുന്നു. പക്ഷേ കുറെ കൂടി യുവത്വം വീണ്ടു കിട്ടിയ പോലെ തോന്നും. കാരണം നരച്ച മുടിയും മീശയും കറുത്തിരിക്കുന്നു. കവിളുകൾ മുഴുത്ത് അരുണിമ വർദ്ധിച്ചിരിക്കുന്നു. ചുണ്ടുകൾ മുമ്പത്തേക്കാളും അധികം ചുമന്നിരിക്കുന്നു. ആ ചുണ്ടത്ത് ചുടുചോരയുടെ പാടുണ്ട്. കടവായിലൂടെ ഒഴുകി താടിയിലും മാറത്തുമൊക്കെയായിരിക്കുന്നു ചോര. കുണ്ടിലിറങ്ങിയ ആ കണ്ണുകൾ പോലും മാംസളമായി തുടുത്തിരിക്കുന്നു. ആ ഭീകരരൂപം ആകെ തന്നെ രക്തം കൊണ്ട് ഉണർവിയെന്ന പോലെ തോന്നി. ചോര കുടിച്ച് തളർന്ന ഒരട്ടയെപ്പോലെ കിടക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്പർശിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ ഞാൻ കിടിലം കൊണ്ടു. പക്ഷേ താക്കോൽ തിരയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. ഇന്ന് രാത്രി എൻ്റെ ദേഹം ആ ഭയങ്കരികൾ കടിച്ച് ചീന്തും. ഞാൻ അദ്ദേഹത്തിൻ്റെ ദേഹമാസകലം പരിശോധിച്ചു. പക്ഷേ താക്കോൽ കണ്ടുകിട്ടിയില്ല. നിവർന്നു നിന്ന് ഞാൻ പ്രഭുവിനെ സൂക്ഷിച്ചു നോക്കി. ആ മുഖത്ത് നിന്ദ്യോതകമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതെന്നെ ഭ്രാന്തനാക്കി. ഇവൻ ലണ്ടനിലേക്ക് വരികയാണ്. ഞാനതിന് ഇവനെയാണ് സഹായിക്കുന്നത്. ഒരുപക്ഷെ അവിടുത്തെ ആഹ്ലാദചിത്തരായ ജനങ്ങളുടെ ഇടയിൽ യുഗങ്ങളോളം തൻ്റെ രക്തദാഹം തീർത്തുകൊണ്ട് ഇവൻ സഞ്ചരിച്ചേക്കും. അങ്ങനെ നിസ്സഹായരായ ആളുകളുടെ രക്തം കുടിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ പൈശാചിക സംഘത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കും. ഈ ഒരൊറ്റ ചിന്ത എന്നെ ഭ്രാന്തു പിടിപ്പിച്ചു. ലോകത്തെ ഇത്തരം ഒരു പാതകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന അപ്രതിരോധ്യമായ ഒരു അഭിവാഞ്ച എന്നിലുണർന്നു. കയ്യിൽ ഒരു ആയുധവുമില്ല. ജോലിക്കാർ പെട്ടികളിൽ മണ്ണ് കോരി നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കൈക്കോട്ട് അവിടെ കിടന്നിരുന്നത് ഞാൻ കയ്യിലെടുത്തു. അത് പൊക്കി ആ നാശം പിടിച്ച മുഖത്ത് ഞാൻ ആഞ്ഞു കൊത്തി. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു. പൈശാചിക ഭീകരത ആളി ജ്വലിക്കുന്ന ആ കണ്ണുകൾ എൻ്റെ മേൽ തറച്ചു. ഞാനാകെ തളർന്നുപോയി. കൈക്കോട്ട് എൻ്റെ കയ്യിൽ നിന്ന് പെട്ടിപ്പുറത്ത് വിലങ്ങനെ വീണു. ഞാനത് വലിച്ചെടുത്തു. അതിൻ്റെ അറ്റം ആ മൂടിയിൽ തടഞ്ഞു. മൂടി മറിഞ്ഞു വീണ് പെട്ടി അടഞ്ഞുപോയി. ആ സത്വം എൻ്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞു. ചോര പുരണ്ട ആ രാക്ഷസീയ മുഖമാണ് ഞാൻ ഒടുവിൽ കണ്ടത്. നരകതുല്യമായ ഒരു കൊടും ക്രൂരത അവിടെ സ്ഫുരിച്ചിരുന്നു. ഇനി എന്തു ചെയ്യണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആലോചിച്ചു. പക്ഷേ എൻ്റെ തലച്ചോറിന് തീ പിടിച്ച പോലെ തോന്നി. അപ്പോൾ അകലെ നിന്ന് ആഹ്ലാദമത്തരായ ജിപ്സികളുടെ പാട്ട് കേട്ടു. അത് അടുത്തടുത്ത് വരികയായിരുന്നു. അതോടൊപ്പം കനത്ത വണ്ടിച്ചക്രം ഉരുളുന്നതിൻ്റെയും ചമ്മട്ടി വീശുന്നതിൻ്റെയും ശബ്ദം കേൾക്കായി. പ്രഭു പറഞ്ഞ സ്ലോവക്കുകളും സ്ഗാനിയും വരികയാണ്. ആ ശപിക്കപ്പെട്ട ദേഹം കിടക്കുന്ന പെട്ടിയുടെ നേരെ ഞാൻ അവസാനമായി ഒന്ന് നോക്കി. അവിടെ നിന്ന് ഓടി പ്രഭുവിൻ്റെ മുറിയിലെത്തി. സ്ഗാനി വന്ന് വാതിൽ തുറക്കുന്ന നിമിഷത്തിൽ പുറത്തേക്ക് കുതിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു. താഴെ ആ വലിയ പൂട്ടിൽ താക്കോൽ തിരിയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. ആ കൂറ്റൻ വാതിൽ മലർക്കെ തുറന്നു. ആൾക്കാർ കടന്നു വരികയും പുറത്തേക്ക് പോവുകയും ചെയ്തു. ഞാൻ താഴോട്ട് കുതിക്കാനായി തിരിഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഫുൽക്കാരത്തോടെ ഒരു കൊടുങ്കാറ്റടിച്ചു. കോണിവാതിൽ തള്ളി അടയ്ക്കപ്പെട്ടു. അവിടമാകെ പൊടിപടലം പൊങ്ങിപ്പറന്നു. ഞാൻ ഓടിച്ചെന്ന് വാതിൽ വലിച്ചു തുറക്കാൻ നോക്കി. ഇല്ല, ഇനി അത് തുറക്കുകയില്ല. വീണ്ടും ഞാനൊരു തടവുകാരനായിരിക്കുന്നു. ആപത്തിൻ്റെ വലയം അരികിലേക്ക് നീങ്ങി നീങ്ങി വരികയാണ്. ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടനാഴിയിൽ കാലടി സ്വരങ്ങൾ കേൾക്കായി. കൂട്ടത്തിൽ എന്തോ ഭാരം വലിച്ചിടുന്നതിൻ്റെ ഒച്ചയും. മണ്ണ് നിറച്ച ആ പെട്ടികളായിരിക്കും. ഇപ്പോൾ കാലടിയൊച്ച കേൾക്കുന്നത് ഹാളിൽ നിന്നാണ്. വാതിലടഞ്ഞു. ചങ്ങലകൾ കിലുങ്ങി. പൂട്ടിൽ താക്കോൽ തിരിഞ്ഞു. താക്കോൽ വലിച്ചെടുക്കുന്ന ശബ്ദവും വ്യക്തമായി കേട്ടു. പിന്നെ വേറൊരു വാതിൽ തുറന്നടഞ്ഞു. വീണ്ടും താക്കോൽ തിരിക്കുന്ന ശബ്ദം. അതാ താഴെ ആ കൽവരിപ്പാതയിൽ വണ്ടിച്ചക്രങ്ങൾ ഉരുളുന്നു. ചാട്ടവാറുകൾ വായുവിൽ പുളയുന്നു. സ്ഗാനിയുടെ സമൂഹഗാനം കേൾക്കുന്നു. അവർ പോവുകയാണ്. ഇപ്പോൾ ഈ കോട്ടയിൽ മനുഷ്യനായി ഞാൻ മാത്രമേ ഉള്ളൂ. കൂട്ടിനുള്ളത് ആ ഭയങ്കരികളും. ഹോ, എൻ്റെ മീനയും ഒരു സ്ത്രീയാണ്. പക്ഷേ ഇവർ നരകക്കുഴിയിലെ പിശാചുക്കളാണ്. അവരോടുകൂടെ ഞാൻ ഇവിടെ തനിച്ചിരിക്കുകയില്ല. തീർച്ചയാണ്. എങ്ങനെയും ഞാൻ പുറത്തു കടക്കും. ഇതുവരെ പ്രഭുവിൻ്റെ മുറി വരെ ഈ കോട്ടയുടെ ചുമരിലൂടെ പിടിച്ചിറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങും. അവിടെയുള്ള സ്വർണവും കുറെ വാരിയെടുക്കണം. ഒരിക്കൽ എനിക്കവ ഉപകരിക്കും. ഈ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിക്കും. പിന്നെ നേരെ വീട്ടിലേക്ക്, ഈ ശപിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന്, ഈ ശപിക്കപ്പെട്ട രാജ്യത്ത് നിന്ന് അകലേക്ക്. ഇവിടെ ഒരു രക്തരക്ഷസും അവൻ്റെ കുഞ്ഞുങ്ങളും ഇപ്പോഴും ജീവനോടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ താഴ്വരകൾ അത്യഗാധങ്ങളാണ്. അതിൻ്റെ അടിവാരത്തിൽ ഒരു മനുഷ്യന് നിർഭയം കിടന്നുറങ്ങാം, കൽപ്പാന്ത കാലം വരെ. സുഹൃത്തുക്കളെ, ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു, എനിക്ക് വിട തരൂ, എൻ്റെ മീന.